അന്ന് കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് പിന്നെ കണ്ടിട്ട് പിന്നെ എനിക്കറിയില്ല, പഴയ കണ്ടു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. ഞാനിങ്ങനെ കുറച്ചു നേരം ടൗണിൽ വെച്ചിട്ടാണ് ഞാൻ കണ്ടത്. അപ്പൊ അതായത് അമ്മേന്റെ കൂടെ ഞാൻ പോയതാ ടൗണില്, ചെറിയ ആവശ്യത്തിന് പോയതാ. അമ്മ വേറെ കടയിൽ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ പുറത്ത് നിൽക്കുവാ. ഞാൻ എന്നിട്ട് ബൈക്കിൽ വന്നിട്ട് ഇവിടെ ഹെൽമെറ്റ് അയച്ചപ്പോഴാണ് ഞാൻ മനസ്സിലായ ഇവനാണെന്ന്. ഇവനെന്നിട്ട് പിന്നെ ഞാൻ ആദ്യം കണ്ടായിരുന്നു ഇങ്ങനെ ബൈക്ക് നിർത്തുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അറിയുന്ന ജസ്റ്റ് മുന്നിട്ടൂടെ പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് നോക്കില്ല, അത്രേ ഉള്ളൂ. ഞാൻ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഹെൽമെറ്റ് അയച്ചപ്പോഴേ ഇവനല്ല. എന്ത് ഞാൻ അങ്ങോട്ട് കയറി മിണ്ടിയൊന്നുമില്ലേ, അങ്ങോട്ട് കയറി മിണ്ടിയില്ല. എനിക്ക് എന്തോ ഒരു ടെൻഷൻ. അപ്പോ പിന്നെ എന്നിട്ട് പിന്നെ പുള്ളി എന്നിട്ട് ഞാൻ തിരിഞ്ഞു നിന്നപ്പോ പുള്ളി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നെ. ചാടിക്കേറി വന്ന എൻ്റെ അടുത്ത് നീ പിന്നെ നീ എന്താ ഇവിടെ ചോദിച്ചു. ഞാനിവിടെ അമ്മേന്റെ കൂടെ വന്നു സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞു നീ എന്താ? അപ്പൊ എനിക്ക് ചെറിയ ആവശ്യമുണ്ട്, ഇവിടെ ഞാൻ ഇവിടെ തന്നെയാണ്, ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് പറഞ്ഞു. എപ്പ ഇവിടെ തൊട്ട് എന്നാലും പറഞ്ഞു ഞാനിപ്പോ ഇവിടെയാന്ന് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ. അല്ല നീ എന്താ പിന്നെ ഒന്നും കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു കോണ്ടാക്ട് ഇല്ലല്ലോ ചോദിച്ചു കഴിഞ്ഞാല് എന്നാലും പിന്നെ നീല നമ്പറൊക്കെ മാറ്റി. ഓ അത് ശരിയാണ്, പിന്നെ വീട്ടിലൊക്കെ അറിഞ്ഞ് സീനായി അങ്ങനെ ഇതാക്കിയതെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ പഴയതൊക്കെ ഓർക്കാറുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത് ഇവിടെ നിന്നൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. എന്നാ ഞാൻ വിളിച്ചോട്ടേന്ന് ചോദിച്ചു. എനിക്ക് രാത്രി വിളിച്ച്, ഞാൻ രാത്രി വിളിച്ചിട്ട് പിന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു 10:30 ആയിട്ടുണ്ടാവും അതിനുശേഷം കിടന്നതിന് ശേഷം. നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കിടന്നതിന് ശേഷം വിളിച്ചു അങ്ങോട്ട്. വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു എനക്കൊന്ന് പഴയ പോലെ നിന്നെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പഴയതൊക്കെ ഓർമ്മ വന്നു, എനിക്ക് പഴയ പോലെ ഒന്നുകൂടെ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. എനിക്ക് പിന്നെ ഞാൻ അതിലൊന്ന് റിക്കവർ ആവാൻ കുറെ ടൈം എടുത്ത് വീണ്ടും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അത് കുഴപ്പമില്ല, അങ്ങനെയല്ല, എനിക്ക് ജസ്റ്റ് ആ ഒരു ഇത് ഒന്നും കൂടി ഒന്ന് വേണം തോന്നിയിട്ടാണോ. എന്തൊക്കെയോ എന്നെ കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി. ഞാൻ പിന്നെ ലാസ്റ്റ് ഓക്കെ പറഞ്ഞു. എനിക്ക് ഇന്നലെ നാളെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫ്രീ ആവും. ഇങ്ങോട്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോയി ഇവിടെ ഫ്ലാറ്റില്. അപ്പോ എന്നെ ടൗണിൽ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ടൗണിൽ അവിടെ ബസ് ഇറങ്ങിയിട്ട് അവിടെ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ട് നേരെ ഫ്ലാറ്റിലോട്ട് പോയി. പിന്നെ നേരത്തെ പിന്നെ അവന്റെ കൂടെ കുറെ എനിക്കത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇനിയിപ്പം ഇവിടെ നാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും കാണാൻ പറ്റില്ലോ എന്നുള്ളൊരു പ്രതീക്ഷയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ എനിക്ക് മറക്കാനും. ഫ്ലാറ്റിൽ പോയി അവിടുന്ന് ഒരു കോഫി കിട്ടി തന്നു. അങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നിങ്ങനെ പിന്നെ ബാക്കി പിന്നെ പറയണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് നമ്മൾ സംസാരിച്ച് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ ബെഡിലേക്ക് പോകാൻ പറഞ്ഞു. ബെഡിലവിടെ ഇരുന്നു രണ്ടുപേരും. ഇരുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബോഡിയിലൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചു. എന്നിട്ട് ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പൊ എനിക്ക് നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് എന്തായാലും ഒരു ഇതാവുമല്ലോ, തോന്നുമല്ലോ. പിന്നെ ഇങ്ങനെ അവന് പിന്നെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്, എഴുതണമായിട്ടാണ്. പിന്നെ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഫുൾ പിന്നെ ഒരുമിച്ച് കുളിക്കണം എന്ന് പറഞ്ഞു. ഒരുമിച്ച് കുളിക്കണം എന്നുണ്ട്. അവന്റെ
മറ്റേ ഗ്ലാസ് കിട്ടില്ല ബാത്റൂമായിരുന്നു. അങ്ങനത്തെ ഷവറിന്റെ അടിയിൽ ഒരുമിച്ച് ടവല് മാത്രം കെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ടവല് മാത്രം കെട്ടിയിട്ട് കുളിച്ച് അവിടെ ഇങ്ങനെ എനിക്കിങ്ങനെ ചാടിയിരിക്കുന്നോണ്ട് കുറച്ചുകൂടെ നീ നന്നായിട്ട് കൊഴുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു നേരത്തേക്കാണി നന്നായിട്ട് വണ്ണം വെച്ചല്ലോ എന്ന് പറഞ്ഞു. ബാത്റൂമിൽ കുളി മാത്രമല്ലായിരുന്നു. കുളി മാത്രമല്ലല്ലോ, നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തോണ്ട്. പിന്നെ അവിടെ എല്ലാം ഒരു 2-3 തവണ അല്ല, ഒരു തവണ അവിടുന്ന്, പിന്നെ ബാക്കി വെട്ടുന്നു. 2 തവണ എടുത്തായിരുന്നു ഞാൻ. കുടിക്കണം എന്ന് പറഞ്ഞു. നേരത്തെയും കുടിച്ചിട്ടുള്ളതുകൊണ്ട് അത്ര ഇതില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. കുടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടുന്ന് ഉച്ചയ്ക്ക് പോയിട്ട് വൈകിട്ടിറങ്ങി. ശരിക്കും ടയർഡായി. കുറെ നാൾ പോയിട്ട് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര എന്താ വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കൊണ്ടുവിട്ടു. ഞാൻ ഇടയ്ക്ക് വിളിച്ചായിരുന്നു, ഇപ്പൊ എടുത്തിട്ടില്ല. അത് ഞാൻ പിന്നെ അവന്റെ കൂടെ ആയതുകൊണ്ട് പിന്നെ എടുക്കാന് ഫോൺ സൈലന്റ് ആക്കിയത്. പിന്നെ അവന്റെ അതായത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഡയറക്റ്റ് ഒരു കാര്യം ചോദിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാം, നീ കൊടുക്കുമെന്ന് ചോദിച്ചു. അതായത് അവന് നിന്നെ പോലുള്ള ആളെ ഇങ്ങനെ താല്പര്യമുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് സൈസൊക്കെ ഉള്ള. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലൊക്കെ പറയുന്ന ശേഷം കുഴപ്പമില്ല, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ പറയാന്ന് പറഞ്ഞു. അവന് നമ്പർ ഞാൻ കൊടുക്കണം. കുഴപ്പമില്ല പറഞ്ഞു, കൊടുത്തോളാം പറഞ്ഞു. ഞാൻ പിന്നെ അവൻ അങ്ങനെ അതായത് അവൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പിന്നെ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ മൊത്തം എന്താ പരിപാടിയായിരുന്നു? പരിപാടിയായിരുന്നു. കൂടുതൽ വായന എടുപ്പിക്കുക ചെയ്ത് എടുപ്പിച്ചു കുറെ. 2 തവണ കുടിച്ചായിരുന്നു. പിന്നെ മറ്റുള്ള ഇതൊന്നും താല്പര്യമില്ല, ഡയറക്റ്റ് ഇങ്ങനെ പോണം. മറ്റേ പുള്ളി എങ്ങനെയാണ് നോക്കണം. തീരുമാനിച്ചോ? ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഒരുമിച്ച് അതായത് ഒരുമിച്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവനും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതറിയില്ല. അപ്പൊ മൊത്തം 3 പേരാണ്.